السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن عبد الله رضي الله عنه قال: سألت النبي صلى الله عليه وسلم أي الذنب أعظم عند الله؟ قال: أن تجعل لله ندا وهو خلقك. قلت: إن ذلك لعظيم. قلت: ثم أي؟ قال: وأن تقتل ولدك تخاف أن يطعم معك. قلت: ثم أي؟ قال: أن تزاني حليلة جارك. رواه البخاري. പ്രിയപ്പെട്ട റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, ദോഷങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദോഷം ഏതാണെന്ന് ഒരാൾ മുത്തുനബിയോട് ചോദിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഹദീസ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്നവരിൽ നിന്ന് ഹദീസ് നിവേദനം. അവിടുന്ന് പറയുന്നു: സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു, അയ്യു ദംബി അഅ്ലമു ഇൻദല്ലാഹ്, നബിയെ, പാവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപം ഏതാണ്? ഏറ്റവും വണ്ണമായ പാപം ഏതാണ് നബിയെ? ഖാല, അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അൻ തജഅല ലില്ലാഹി നിദ്ദാ, അല്ലാഹുവിൽ നീ പങ്കുകാരനെ ചേർക്കലാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ അവനെ പങ്കുകാരെ ചേർക്കലാണ്. അള്ളാഹുവിനെ പോലത്തവർ ഉണ്ട് എന്ന് നീ വിശ്വസിക്കലാണ്. ശിർക്ക് ചെയ്യലാണ്. ഇതാണ് പാവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപം. വഹുവ ഖലഖക്, അള്ളാഹു നിന്റെ സൃഷ്ടാവായിരിക്കെ അവനല്ലാത്ത മറ്റൊരു സൃഷ്ടാവുണ്ട് എന്ന് നീ വാദിക്കലാണ്. ഖുൽതു, ഞാൻ പറഞ്ഞു, ഇന്ന ദാലിക ലഅദീം, നബിയെ, അത് ഭയങ്കര വലുതാണെന്ന്, വലിയ പാപമാണെന്ന്. ശരി, വലിയ പാപം തന്നെയാണല്ലോ. ഖുൽതു, ഞാൻ ചോദിച്ചു, സുമ്മ അയ്യുൻ, പിന്നെ ഏതാണ് നബിയെ? ഖാല, അവിടുന്ന് പറഞ്ഞു, വൻ തഖ്തുല വലദക തഖാഫു അൻ യതഅമ മഅക, നീ കുട്ടികളെ കൊല്ലലാണ്. നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമെന്നതിനെ പേടിച്ചുകൊണ്ട്, നീ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ചുകൊണ്ട് നീ കുട്ടികളെ കൊല്ലലാണ്. ജാഹിലിയ കാലത്ത് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ ജനിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടുക. ചെറിയ കുട്ടികൾ അങ്ങനെ തന്നെ കൊന്നു കളയുക, അവ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്വൻ കബീറാ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ കൊല്ലരുത്. അതായത് നിങ്ങൾ കുട്ടികളെ ഗർഭാശയത്തിൽ നിന്നോ അല്ലെങ്കിൽ ഗർഭം നിർത്തിയോ നിങ്ങൾ കുട്ടികൾ അധികമുണ്ടായാൽ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ചുകൊണ്ട് നിങ്ങൾ മക്കളെ നിങ്ങൾ കൊല്ലരുത്, നിങ്ങൾ ഗർഭം നിർത്തരുത്, നിങ്ങൾ വയറ്റിൽ നിന്ന് കുട്ടികളെ കൊന്നുകളയരുത്, അല്ലാതെയും കൊന്നുകളയരുത്. ചില ആൾക്കാര് 1 അല്ലെങ്കിൽ 2 കുട്ടികളായാൽ ഒരു കാരണവുമില്ലാതെ ഗർഭം നിർത്തുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ദോഷങ്ങളിൽ പെട്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നിരോധിച്ച കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് തന്ന മക്കള്, അള്ളാഹു തരുന്ന മക്കളെ കൈനീട്ടി വാങ്ങല്, അത് നമുക്ക് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ്. നമ്മളതിനെ സ്വീകരിക്കണം. അള്ളാഹു ഒരു കുട്ടിയെ വയറ്റിൽ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഭക്ഷണം, അതിനുള്ള വസ്ത്രം, അതിനുള്ള എല്ലാം മരിക്കുന്നത് വരെ എല്ലാം തീരുമാനിച്ചു കൊണ്ടാണ് അവൻ ജനിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ ജനിപ്പിക്കാതിരിക്കാനുള്ള വഴികൾ നമ്മൾ തേടരുത്. അത് ജനിച്ചോട്ടെ. ഇങ്ങനെ ചെയ്യൽ, ഇങ്ങനെ കുട്ടികളെ നശിപ്പിക്കൽ, കുട്ടികളെ കൊല്ലല്, ഇത് നീ ചെയ്യുന്ന പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമാണ്.
മൂന്നാമത് മുത്തുനബി തങ്ങൾ പറയുന്നു, തുമ്മയ്യുൻ കുൽത്തു, ഞാൻ ചോദിച്ചു, തുമ്മയ്യുൻ, പിന്നെ ഏതാണ് നബിയെ? കാല, അവിടെന്ന് പറഞ്ഞു, അന്തുസാനിയ ഹലീലത ജാരിക, അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കലാണ്. അയൽവാസിയെ എപ്പോഴും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ അയൽവാസിയെ അവരോട് മോശമായ രീതിയിൽ പെരുമാറുകയും തക്കം കിട്ടിയാൽ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുന്ന ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമാണ് വ്യഭിചാരം. അത് കുറ്റമാണ്. ആ കുറ്റങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയായ കുറ്റമാണ് അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കൽ. വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അത് വളരെ നീചവും നികൃഷ്ടവും മോശവുമായ പ്രവണതയാണ്, പ്രവർത്തനങ്ങളാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയൽവാസിയ ഭാര്യയെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്ത വരെ നിങ്ങളുടെ മനസ്സിൽ വന്നു പോകരുത്. നിങ്ങൾ എപ്പോഴും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടവരാണ്. എൻ്റെ ഖലീലായ എൻ്റെ കൂട്ടുകാരനായ ജിബ്രീൽ യൂസീനി ബിൽ ജാർ ഹത്താ ളനന്തു അന്നഹു സയുവരിസുഹു, അയൽവാസികളുടെ മഹത്വങ്ങളെ കുറിച്ച് എൻ്റെ ഖലീലായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോടിങ്ങനെ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു പോയി, അവർക്ക് എൻ്റെ അനന്തരം ഞാൻ കൊടുക്കേണ്ടി വരുമോ? ജിബ്രീലിന്റെ പറച്ചിൽ കേട്ട് അയൽവാസികൾക്ക് അവരെ ആദരിച്ചാലുള്ള, അവരെ ബഹുമാനിച്ചാലുള്ള, അവർക്ക് സദക്ക കൊടുത്താലുള്ള മഹത്വങ്ങൾ ജിബ്രീൽ പറയുന്നത് കേട്ട് ഞാൻ വിചാരിച്ചു പോയി, അവർക്ക് അനന്തരം കൊടുക്കേണ്ടി വരുമോ? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ എൻ്റെ സമുദായത്തിൽ പെട്ടവനല്ല. അവൻ മുഅ്മിനല്ല, അത് മുസ്ലിമാകട്ടെ കാഫിറാകട്ടെ. മുത്തുനബി തങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അയൽവാസിയെ വ്യഭിചരിക്കൽ അത് ഏറ്റവും വലിയ കുറ്റമാണ്, കുറ്റങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കുറ്റമാണ്, പാപമാണെന്ന് മുത്തുനബി തങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.